അഡ്വക്കേറ്റ് പ്രമോദ്, മനു അകത്തായി. പക്ഷേ മനുവിനോടൊപ്പം സമാനമായ പീഡന പരാതികളിൽപ്പെട്ട അസോസിയേഷൻ ഭാരവാഹികളിൽ ചിലർ ഇപ്പോഴും പുറത്തുണ്ട്. കേരളത്തിലെ ക്രിക്കറ്റിനെ നയിക്കുന്നവർ ആരോപണ വിധേയരായി തുടരുന്നത് അഭംഗിയല്ലേ? ഇതിൽ മിസ്റ്റർ അനിൽ, ഞാൻ എന്തായാലും ആ പാരൻറ്റിൻ്റെ ഒപ്പം നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടു, അതുപോലെ മാഡം പറഞ്ഞതും കേട്ടു. ഇതിലേറ്റവും ദയനീയമായ അവസ്ഥ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഡിബേറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് വാച്ച് ചെയ്യുന്നു. ആദ്യം വന്നപ്പോൾ മിസ്റ്റർ രജിത് രാജേന്ദ്രൻ അദ്ദേഹം വന്ന് പറഞ്ഞത് ഏപ്രിൽ മാസത്തിൽ ഇയാളെ പിരിച്ചുവിട്ടു എന്നാണ്. ഈ ഏപ്രിൽ മാസത്തിൽ പിരിച്ചുവിട്ട ആൾ ഏപ്രിൽ അവസാനം, പാരൻറ്റിനെ അറിയാൻ പറ്റും, ഏപ്രിൽ അവസാനം മേലും നടന്ന 2 ടൂർണമെൻറ്റുകളിൽ കോച്ചായിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഇതിലേറ്റവും രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ 10 കൊല്ലമായിട്ട് ഈ കോച്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഈ 3 പേരും ഒരു മീഡിയയിലും വരുന്നതായിട്ട് കണ്ടില്ല. 1. 2, ഈ ക്രിക്കറ്റിൻ്റെ, വനിതാ ക്രിക്കറ്റിൻ്റെ ചുമതലയുള്ള ആൾ, ഞാൻ അദ്ദേഹം വരുന്ന വിചാരിച്ച് അദ്ദേഹമാണ് വരേണ്ടത് പുറത്തേക്ക്. കാരണം ഇതിനു മുമ്പും പരാതികൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, ഞാൻ അതിൽ കൃത്യമായി പറയുന്നു, എനിക്കറിയാം, ഞാൻ ഈ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഡിഫമേഷൻ കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് കേസിയുടെ. വീണ്ടും ഞാനിതിൻ്റെ സത്യാവസ്ഥ പറയാൻ, കാരണം 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. അപ്പോൾ ഇതിൽ കളിക്കാൻ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. ഇപ്പോൾ എനിക്ക് പറയാം, എൻ്റെ മക്കളൊന്നും ക്രിക്കറ്റ് താല്പര്യമില്ല, അവരൊക്കെ വേണമെങ്കിൽ ഈ ഗൂഗിൾ മാപ്പും ഇതെല്ലാം ഗൂഗിൾ ഗെയിംസൊക്കെ കണ്ടുപോണവരാ. പക്ഷെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഈ ക്രിക്കറ്റ് കളിയുമായിട്ട് വരുന്നത്. അവരെ ചൂഷണം ചെയ്യുന്ന ഇതുപോലത്തെ കശ്മലന്മാരെ വെറുതെ വെക്കരുത്. ഞാൻ അനിൽ നമ്പ്യാറിന് വേണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഇട്ട് തരാം. അതായത് ഈ പറയുന്ന പ്രതിയായ കുട്ടി തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിലെ ഒരു ക്ലബിൻ്റെ ഭാരവാഹിയുടെ അഡ്രസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളത് നോക്കണം. 75ാമത് സീതാരാമൻ ക്ലബ്ബ്, അതിൻ്റെ നോമിനിയായ ഒരു ആളുടെ അഡ്രസ്സ് ഞാനതൊന്ന് വായിച്ചോട്ടെ. കാരണം ഉണ്ണികൃഷ്ണൻ എ, കെയർ ഓഫ് എം മനു എന്ന് പറഞ്ഞിട്ട് TC നമ്പറും അഡ്രസ്സും വെച്ചിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തെ ആര് പറഞ്ഞാലും തൊടില്ല. കാരണം ഇവരുടെ ബിനാമി ക്ലബ്ബുകൾ, KCയുടെ ഇന്നത്തെ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ക്ലബ്ബുകളിലുള്ള ഒരു ക്ലബിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഇനി ഈ പയ്യൻ കളിച്ചിരുന്നത്, ലീഗ് കളിച്ചിരുന്നതോ, കൃത്യമായിട്ട് ഈ പയ്യൻ കളിച്ചിരുന്നത് KCയുടെ സെക്രട്ടറിയുടെ ക്ലബിലാണ്. ഇതാരും ചോദിക്കുന്നില്ല. പിന്നെ ഈ ലീഗ്, ഇവിടെ ഈ വനിതാ ക്രിക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ അറിവിൽ ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. അദ്ദേഹം ആ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ പിടിച്ചു നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഇതിൽ പ്രതികരിക്കേണ്ടതായിരുന്നു അന്ന് തന്നെ. ഇപ്പം ഏപ്രിൽ 19-ാം തീയതി, ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അനിൽ ഇപ്പോൾ പറഞ്ഞത് ഏപ്രിൽ 19-ാം തീയതി പരാതി കൊടുത്തു എന്നാണ്. ഈ പരാതി കൊടുത്തതിന് ശേഷം നടന്ന 2 തലശ്ശേരിയിലെ ടൂർണമെൻറ്റുകളിലും ഈ പയ്യൻ അവിടെയുണ്ട്. അപ്പോൾ എന്താണ് ഇവർ ചെയ്തത്? പരാതി കിട്ടിയത്. പിന്നെ ഇതിനു മുമ്പും കോച്ചസിനെതിരെയുള്ള പരാതികൾ വരുന്നു. ഇവരെ ഈ കഴിഞ്ഞ ദിവസം ഈ KCയുടെ പ്രതികരിച്ച് ഒരാൾ വന്നിരുന്നു, ഒരു അഭിഭാഷകനായിട്ട് ഇരുന്നിരുന്നു, മിസ്റ്റർ ശ്രീജിത്ത്. അദ്ദേഹം ആങ്കറോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് പരാതിയില്ലെന്ന്. തെറ്റ്. ഈ ഇടുക്കിയിലൊരു കോച്ച് പരാതി കൊടുത്തപ്പോൾ അന്നും ഈ രാഷ്ട്രീയ സ്വാധീനം, ഈ വ്യക്തി അന്ന് അസോസിയേഷനിൽ 2017 ആദ്യമായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അത് പോലീസുകാരെ കൊണ്ട് കേസെടുപ്പിക്കാതെ റെഫർ ചെയ്യിച്ചു. മനസ്സിലായില്ലേ? വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ വനിതാ കമ്മീഷൻ ഇനി ഇത് ആവർത്തിക്കരുതെന്നാണ് പറഞ്ഞേക്കണേ. അപ്പം അത് സംഭവം നടന്നു എന്നല്ലേ അവിടെ എൻ്റെ അർത്ഥം. അപ്പം ഇതുപോലത്തെ കുറെ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് MC ജോസഫൈൻ, അന്തരിച്ച MC ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് വിട്ടത്. ആ സമയത്തും ഇടപെട്ടില്ല. പൊതുവേ ഇടതുപക്ഷത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടിയല്ല ഞങ്ങളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കുന്നവരാണ്. പക്ഷേ MC ജോസഫൈനാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പൊ വന്നിട്ടുള്ള പരാതികളെല്ലാം തന്നെ ഒതുക്കി തീർക്കാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്.
അത് എങ്ങനെയെങ്കിലും, കാരണം ഇതിനു മുമ്പ് കൊടുത്ത ഒരു കോച്ചിൻ്റെ പരാതി, കോച്ചിൻ്റെ മാത്രമല്ല, കൃത്യമായിട്ട് ഞാൻ പറയാം, പാലക്കാട് ജില്ലയിലെ ഒരു കോച്ച് കുട്ടികളോടും മാതാപിതാക്കളോടും മോശമായി സംസാരിച്ചതിന് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതിലും ആ കോച്ചിനെ മാറ്റി. ഇനി അടുത്ത മൂന്നാമത്തെ സ്ഥലം വയനാട്, അവിടെയും സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ 2006 മുതൽ 2009 വരെയും 13 മുതൽ 17 വരെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാം. എനിക്ക് അനിൽ നമ്പ്യാർ എന്ന് പറഞ്ഞു ഒരു രജിത് രാജേന്ദ്രൻ എന്ന് പങ്കെടുക്കും, ഞാൻ സന്തോഷവാനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ തന്നെ ഈ ക്രിക്കറ്റിൻ്റെ, വനിതാ ക്രിക്കറ്റിൻ്റെ ചുമതലയുള്ള ആളുടെ പേര് പുറത്തു വരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള, അവരും മുതിർന്നവരെല്ലാം കൂടിയിട്ടുള്ളതായിരുന്നു പിങ്ക് ക്രിക്കറ്റ്. അതുപോലെ തന്നെ സഖാവ് കൊടിയേരിയുടെ പേരിൽ നടന്ന ടൂർണമെന്റ്, അതിലെങ്ങനെയാണ് DJ പാർട്ടികൾ വരുന്നത് ഈ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട്? ഇത് BCCI IPL-ലെ രാത്രികളിലുള്ള പാർട്ടികൾ നിരോധിച്ചിട്ട് വർഷം 10ആയി. ആ ലളിത് മോഡിയുടെ വിഷയത്തിന് ശേഷം IPL-ൽ ഈവനിങ് പാർട്ടീസ് ഇല്ല കളി കഴിഞ്ഞാൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അംഗീകരിച്ച കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും കൂടി സംയുക്തമായി നടത്തിയ ടൂർണമെന്റിന്റെ ആ പാരന്റിന് അറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ കുട്ടി അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം ഇവിടെ ചെയ്യുന്ന തോന്നിവാസം അതാണ്. പിന്നെ അടുത്തൊരു കാര്യം, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് 6 പരാതികളിൽ ഒരു പരാതി എൻ്റെ ജില്ലക്കാരിയുടെയും കൂടിയാണെന്നാണ്. കഷ്ടകാലത്തിന് ആ കുട്ടി കളിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കോച്ചിങ് സൗകര്യം, ഇതൊന്നുമല്ല. ഒരു പ്രസ്തുത ചില ആളുകളുണ്ട്, അവരുടെ ടീമുകളിൽ കളിച്ചാൽ മാത്രമേ സംസ്ഥാന ടീമിൽ കിട്ടൂ എന്നൊരു അജണ്ടയുണ്ട് ഇവിടെ. നിങ്ങൾ എടുത്തു നോക്കണം. എനിക്ക് സങ്കടകരമായിട്ട് തോന്നുന്നത്, നമ്മൾ ബഹുമാനിക്കുന്ന ശ്രീശാന്ത്, നമ്മൾ ബഹുമാനിക്കുന്ന ടിനു യോഹന്നാൻ വായടച്ചിരിക്കുകയാണ്. ഇനി ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ വനിതാ ക്രിക്കറ്ററായി ഒരു മേഡമുണ്ട്, രമ എന്ന് പറഞ്ഞ മേഡം. വൈ ഷീ ഈസ് കീപ്പിംഗ് ക്വൈറ്റ്? അവർ മിണ്ടാണ്ടിരിക്കുന്നു. തിരുവനന്തപുരംകാരിയാണ്, എന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു? പിന്നെ ഇതിനെല്ലാം പുറമെ ഇവരൊക്കെ നിയമത്തെക്കുറിച്ച് അറിയില്ല എന്ന് വെക്കാം. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു മേഡമാണ് ഇപ്പോൾ റിട്ടയർഡ് ജസ്റ്റിസാണ് അവിടെ ഓംബുഡ്സ്മാനായിട്ട് ഇരിക്കുന്നത്. അവരുടെ സൈലൻസ്, ഇതിനു മുമ്പ് ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്, ജസ്റ്റിസ് വി രാംകുമാർ. അദ്ദേഹം ശക്തമായ അഴിമതികൾക്കെതിരെയും ഈ തര വ്യാജ ക്ലബ്ബുകൾക്കെതിരെയൊക്കെ നടപടിയെടുത്തു വന്നപ്പോൾ രാത്രി 12 മണിക്ക് അദ്ദേഹത്തെ മാറ്റി. അതിനുശേഷം മുഴുവൻ വന്ന് ആരും പിന്നെ ആക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്ക് ആർക്കും ഇതിൽ ഇറങ്ങിത്തിരിഞ്ഞ് പണിയെടുക്കാൻ വയ്യ. ആ ഒരു ദയനീയ അവസ്ഥ. ലോധ റിഫോംസ് പ്രകാരം ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിനെ ഓംബുഡ്സ്മാനായി വെക്കാൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പരാതികൾ കേൾക്കാനും അതിൽ ന്യായമായ തീരുമാനങ്ങൾ എടുക്കാനാണ്. ഞാൻ പറയാം, ജില്ലയിൽ കേസ് കൊടുത്താൽ ഹൈക്കോടതിയെ പോകാൻ പറയും, ഹൈക്കോടതിയിൽ കൊടുത്താൽ ഹൈക്കോടതിയിൽ ഇവർ പറയുന്നത് ഓംബുഡ്സ്മാൻ ഉണ്ടെന്നാ. പക്ഷെ കഷ്ടകാലത്തിന് ഓംബുഡ്സ്മാന്റെ മുമ്പിൽ വരുമ്പോൾ ഓംബുഡ്സ്മാൻ പറയുന്നത് KCA ഫോർവേഡ് ചെയ്ത പരാതികൾ മാത്രം. അങ്ങനെയല്ല, ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ. ഇപ്പോൾ അനിൽ സാറ് പറഞ്ഞ പോലെ അവരിപ്പോഴും കണ്ടു എത്ര ആത്മാർത്ഥമായിട്ടാണ് അവർ പറയുന്നത്. KCAയിലുള്ള ഭാരവാഹികൾ, ഞാൻ പേരെടുത്ത് പറയാം ഓരോരുത്തരും. പ്രസിഡന്റ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അദ്ദേഹത്തിന് മക്കളില്ലേ? ഒരുപക്ഷെ ആൺകുട്ടികളായതുകൊണ്ടാണോ? വൈസ് പ്രസിഡന്റിന് എൻ്റെ അറിവിൽ പെൺകുട്ടികളുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അദ്ദേഹത്തിനും പെൺകുട്ടികൾ ഉണ്ടാവില്ലേ? ഇത് എത്ര പേർക്ക് ഒരു ആൺകുട്ടിയെ ഉപദ്രവിച്ചാൽ വന്ന് പറയാൻ പറ്റും? ഇത് പറയുമ്പോൾ പറയണ്ട. ഇപ്പോൾ ഒരു വനിതാ കോച്ച് കൊടുത്ത പരാതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ആ കോച്ചിനെ പിള്ളേരായിട്ട് തെറ്റിക്കും, എന്നിട്ട് അവർക്കെതിരെ മൊഴി കൊടുപ്പിച്ചു. ഇതെല്ലാം ചെയ്ത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച അനിൽജി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഇതും ഒതുക്കി തീർക്കാൻ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് പാരൻസ് ആയ കുറച്ച് പേര്, ഞാൻ പേര് പറയുന്നില്ല എന്ന് മാത്രം, അവരെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് അതിലൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് കരയായിരുന്നു ഫോണിൽ കൂടെ. എനിക്ക് വിഷമം തോന്നി. അയാൾ 7 കൊല്ലമായിട്ട് അയാളുടെ മോള് കളിച്ചോണ്ടിരിക്കുക. അയാൾ അദ്ദേഹത്തിന്റെ മകളെയും കൊണ്ട് ഇപ്പൊ ബാംഗ്ലൂർക്ക് മാറാൻ പോകാന്നാ പറയണേ. ഒരു കോച്ച് ഒരു തോന്നിവാസിയെ പേടിച്ചിട്ട് ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്തുകൊണ്ട് വായടച്ചിരിക്കുന്നു? അവിടെ എത്രയോ പ്രസിദ്ധരായ ആള്, TR ബാലകൃഷ്ണൻ സാറ്, ഹരിദാസ് സാറ്, സജി, ഇവരെല്ലാം ഉണ്ടല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് കേസിലുള്ളവർ. ആരും മിണ്ടുന്നില്ല. അവർക്കെല്ലാം മക്കളില്ലേ? അവരുടെ മക്കൾക്കാണ് ഇത് വന്നെങ്കിലോ
ഞാൻ ഇന്ന് അദ്ദേഹം വന്നിരിക്കുമ്പോൾ എനിക്കത് സഹതാപം തോന്നുന്നു. ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരെയും പുറത്താക്കും. ഇപ്പം ഞാൻ ഈ ഞാൻ ഈ ഇതിനെതിരെ ശബ്ദമുയർത്തിയാൽ നെക്സ്റ്റ് ഡേ വരിക ഒരു ഡിഫമേഷൻ നോട്ടീസാണ്. അനിൽജി, ഞാനൊരു വക്കീലായതുകൊണ്ട് നാല് കേസുകളിൽ ഞാൻ ഇതുപോലെ ഫൈറ്റ് ചെയ്തവർക്ക് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് കേസ് എടുത്തിട്ടുണ്ട്. ഒറ്റ വാശിയാ, എന്നെങ്കിലും ഒരു ദിവസം ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവരണം. രാഷ്ട്രീയക്കാര് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റ്, മുഖ്യമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ഇതിലൂടെ പറയട്ടെ, സത്യസന്ധമായി ഇതൊന്ന് അന്വേഷിപ്പിക്കണം. ആ നേരത്ത് നിങ്ങളുടെ പാർട്ടിയുടെ മുൻ സെക്രട്ടറിയുടെ മകൻ വരുമ്പോൾ അത് ദയവ് ചെയ്ത് വിശ്വസിക്കാതിരിക്കുക. കാരണം ഇതിലെന്താണ് സത്യാവസ്ഥ? ഒരു കുട്ടി വന്നിട്ട് അവരെ മിസ്യൂസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ കേരളത്തിനൊരു സംസ്കാരമുണ്ട്. സഹി കെട്ടോണ്ടാണ് ആ കുട്ടികൾ പറയുന്നത്. ഇന്ന് എന്നോട് സംസാരിച്ച ഒരാൾ തെളിവുകൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. പീഡനത്തിന്റെ തെളിവുകൾ ഹാജരാക്കാനാണ് KCA ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. അനിൽജി, അതിന് ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. കാരണം ഈ വനിതാ കോച്ച് പരാതി കൊടുത്തതിന് ശേഷം ഈ കുട്ടിയെ എങ്ങനെ അറിയുന്നു, ഞാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞത്, മോളെ ഇതിൽ എന്നെ വിളിക്കണ്ട, കാരണം വിളിച്ചാൽ നിങ്ങൾക്കെതിരെയാവും, നിങ്ങൾ ചെയ്യരുത്. ഇവരുടെ എല്ലാം ചോദ്യം എന്താ? ഞാൻ നിങ്ങൾക്ക് ഡേറ്റ് വെച്ച് പറയാം. ഒന്ന് അനിൽജി നോട്ട് ചെയ്തോളൂ. ഇന്നലെ വന്ന് നിങ്ങളുടെ ആങ്കറെ പറ്റിച്ചു പോയി. ഒരു അലിഗേഷനും ഇല്ല. ആദ്യത്തെ പരാതി കോച്ച് കൊടുക്കുന്നത് 27/12/2019 മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നു. അതുപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്നത്തെ സെക്രട്ടറിക്ക് 16/12/2019 പരാതി കൊടുക്കുന്നു. ഈ പരാതിയിൽ അനങ്ങുന്നില്ല. 28/1 വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. വനിതാ സെല്ലിൽ 28 തീരുമാനം വരുന്നു. ഇനി ഏറ്റവും സങ്കടകരമായ കാര്യം, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ലേഡി അഡ്വക്കേറ്റിനെ വെച്ചിട്ട് എൻക്വയറി ഓർഡർ ആവുന്നു 3/3/2020. അപ്പോൾ അവിടെ ഒരു കള്ളത്തരം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ അനിലും പരാതി കൊടുത്തു? എന്തുകൊണ്ട് നിയമപ്രകാരം ഒരു വക്കീലായ രണ്ടുപേര്, ഇന്ന് വരാന്ന് പറഞ്ഞ രജിത്തും കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നിരുന്ന ശ്രീജിത്തും, രണ്ടുപേരും വക്കീൽമാരാണ്, ഇപ്പോഴത്തെ ഭാരവാഹികളല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും. അവർക്കറിയില്ലേ നിയമം? അവർക്ക് എന്താ ചെയ്യേണ്ടത്? ഉടനടി പോലീസിൽ അറിയിക്കുക വേണ്ടേ? അല്ലാതെ പാരൻസ് പോകേണ്ട ഗതികേടല്ല വരുത്തേണ്ടത്. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത്, അവിടെയാണ് കോച്ചിങ് നടന്നതെങ്കിൽ, അവിടെയാണ് ഇൻസിഡന്റ് നടന്നതെങ്കിൽ അവിടെ എല്ലാ CCTV ഫൂട്ടേജ് ഉള്ളതാ. ഇതിനു മുമ്പ് ഒരു പരാതി പറയാൻ വന്ന സ്റ്റേറ്റ് പ്ലെയറെ തല്ലി അദ്ദേഹം പരാതി കൊടുത്തപ്പോൾ CCTV ഫൂട്ടേജ് ഇല്ല എന്ന് പറഞ്ഞ് ഇതേ സ്വാധീനം ഉപയോഗിച്ച് മാറ്റി. ഞാൻ അനിൽജിക്ക് ഇട്ടുതരാം. ഒരു സെക്രട്ടറിയുടെ ഭാഷ നിങ്ങൾ കേൾക്കണം. കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം മദ്യപിച്ചിരുന്നാൽ പിന്നെ എന്താ പറയുന്നത് അറിയില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവരൊക്കെ ഒന്ന് വരണം. ഇവരൊക്കെ വരുന്നതിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്നവരാ ഞാൻ. കാരണം ഈ പാവപ്പെട്ട പാരൻസ് എൻ്റെ മകൾക്കാണെന്ന് വന്നാൽ, അനിൽജി, ഞാനൊരു വക്കീലായിട്ട് തന്നെ പറയാം, ഞാൻ ഇങ്ങനെയൊന്നല്ല നേരിടുക. കാരണം ഇവർക്കൊക്കെ മക്കളുണ്ട്. ഇവർക്ക് ആൺകുട്ടികളാണോ ഇവർക്കുള്ളത്? അതുകൊണ്ടാണ് ഇവർ മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ജോയിന്റ് സെക്രട്ടറി, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ചുമതല ഇതിന്റെ വഹിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് മീഡിയയിൽ വരുന്നില്ല? അദ്ദേഹം എന്തുകൊണ്ട് ഒരു നടപടി എടുക്കാൻ പറയുന്നില്ല? കാരണം വെയിറ്റ് ചെയ്ത്, കാരണം ആർക്കും ധൈര്യമില്ല പറയാൻ. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എന്ത് കോൺസിക്വൻസ് വന്നാലും ഒരു അച്ഛൻ്റെ കടമയ്ക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. ഞാൻ എണ്ണി ഓരോരുത്തരെയും പറയാം. അനിലേ, നിങ്ങൾ ചോദിച്ചോളൂ. ഇപ്പൊ അനിൽ പറയുമ്പോഴും ഈ പരാതിക്കാരിയുടെ അച്ഛൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലെ വേദന എത്രയുണ്ടാവും. ഒരു മീഡിയയിൽ വന്നിരുന്ന് പറയേണ്ട ഗതികേടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ആരാണ്? ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റെജി ലൂക്കോ സാറ് വളരെ മനോഹരമായിട്ട് ഞാൻ സംസാരിച്ചു. സന്തോഷം തോന്നി എനിക്ക്. കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിന്റെ ആളാണെന്ന് എനിക്കറിയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ, പക്ഷെ അദ്ദേഹം ഇങ്ങനത്തെ ഒരു കാര്യത്തിലെടുത്ത തീരുമാനം, നിങ്ങൾ ഡൽഹിയിലൊരു റെസ്ലറെ ഇത് ചെയ്തപ്പോൾ നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചവർ എന്തുകൊണ്ട് ഇപ്പം മിണ്ടുന്നില്ല? എൻ്റെ ദയനീയമായ ഒരു അവസ്ഥ ചോദിക്കുക. ഞാൻ സിനിമയിൽ ഒരു ആക്ട്രസിനെ ഓളിയിട്ടപ്പോൾ കുറേ പേരെ ഞാൻ കണ്ടു. ആരും ഈ പിഞ്ചു കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിന്, അനിൽജി, നിങ്ങളൊരു കാര്യം കൂടി നമ്പ്യാരെ മനസ്സിലാക്കിക്കോളൂ. പരാതി കൊടുത്താൽ ആ കുട്ടികൾക്ക് പിന്നെ സെലക്ഷൻ ഇല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഡിബേറ്റിൽ വന്ന മിസ്റ്റർ സന്തോഷ് മേനോൻ, എനിക്ക് പേഴ്സണലി അറിയാം. അദ്ദേഹം പരാതി മെയിലായിട്ട് അയച്ചപ്പോൾ
ഈ തൃശ്ശൂർ ജില്ലയിലെ സെക്രട്ടറി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് മാപ്പ് പറഞ്ഞ് പരാതി കൊടുക്കാനാ. ഒരു സെലക്ഷൻ പ്രോസസ്സിന് പരാതി കൊടുത്തപ്പോൾ എന്നിട്ട് അദ്ദേഹം മാപ്പ് പറയുന്നവരെ ആ കുട്ടീനെ 3 മാച്ച് ബാൻ ചെയ്തു. അച്ഛൻ ഒരു കത്ത് എഴുതി എന്ന് വെച്ചാൽ മകളെയാണോ പീഡിപ്പിക്കേണ്ടത്? കുട്ടികൾ കളിയുടെ പെർഫോമൻസ്, ആ കുട്ടി അണ്ടർ 19 ഏറ്റവും നല്ല പെർഫോമറാണ് കേരളത്തിന് വേണ്ടി. ആരെ മിണ്ടുക അനിൽജി? എണ്ണി പറയാം ഓരോ പ്ലേയേഴ്സിന്റെ പേരുകൾ. ഞാനിപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളും കഷ്ടപ്പെട്ട് ടീം കൊണ്ട് നടന്നതും പാവപ്പെട്ട പിള്ളേരെ ഹെൽപ്പ് ചെയ്ത് നടന്നിട്ടുള്ള. ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്നത്, ഈ പറയുന്ന തലശ്ശേരി ടൂർണമെന്റ് ജില്ലാ അസോസിയേഷൻ നടത്തിയ ടൂർണമെന്റാണ്. അവിടുത്തെ 2 ക്ലബ്ബുമായി ഇത് ചെയ്തിട്ട് ഞാൻ പറയട്ടെ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിൻ്റെ ഒരു ഭാരവാഹി വന്ന് എന്താണ് ആർജവം കാണിക്കാത്തത്? ഈ വനിതാ ക്രിക്കറ്റിന്റെ ചുമതല ആർക്കാന്ന് പറയാത്തത്? അല്ലെങ്കിൽ ആ ചുമതലക്കാരൻ അദ്ദേഹത്തിന് ആർജവമില്ലേ വന്ന് നിന്ന് ഇവരെ നേരിടാൻ, ഈ പറയുന്ന പരാതിക്കാരെ കേൾക്കാൻ? അനിൽ പോലും ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് നിന്നത്. എനിക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന്റെ മകൾ ക്രിക്കറ്റ് കളിച്ച് രക്ഷപ്പെടണം, അതൊരു ആഗ്രഹമാണ് ഒരു അച്ഛൻ്റെ. അങ്ങനെ പോകുമ്പോഴാണ് ഈ നാണം കെട്ട കാര്യങ്ങൾ വരുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങ് നടത്തിയാൽ പരാതി എന്താ? KCAനെ വിമർശിച്ചു, ഡിഫമേഷൻ. കാരണം അന്നാലാണ് KCA ഫണ്ട് എടുത്ത് കേസ് നടത്താൻ പറ്റുക. ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങളുടെ മാലപ്പടക്കമാണ്.